കണ്ണൂരിലെ CPM ഉൾപാർട്ടി പോര് വധഭീഷണിയിലെത്തിയപ്പോൾ പോലീസ് ഇടപെടുന്നു. CPM സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെതിരെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്ന മുൻ DYFI കണ്ണൂർ ജില്ലാ പ്രസിഡന്റും CPM മുൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്ന മനു തോമസിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്താൻ കണ്ണൂർ റൂറൽ പോലീസ് കമ്മീഷണർ ഹേമലത ഉത്തരവിട്ടു. ഇതുപ്രകാരം ആലക്കോട് പോലീസാണ് മനു തോമസിനും അദ്ദേഹം താമസിക്കുന്ന വീടിനും സംരക്ഷണം നൽകുക. CPM സൈബർ കൊട്ടേഷൻ സംഘങ്ങളിൽ നിന്നും മനു തോമസിന് ഭീഷണിയുണ്ടെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനായി പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസം ആകാശ് തിലങ്കേരി മനു തോമസിന്റെ ചിത്രമടക്കം പോസ്റ്റ് ചെയ്ത് സംഘടനയെ വിമർശിച്ചാൽ വെറുതെ വിടില്ലെന്ന് ഭീഷണി മുഴക്കിയിരുന്നു. ഇതിനുശേഷം സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിലെ പ്രതികളിലൊരാളായ അർജുൻ ആയങ്കിയും പി ജയരാജനെ അനുകൂലിക്കുന്ന റെഡ് ആർമിയും ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ തനിക്കെതിരെയുള്ള കൊലവിളിയിൽ ഭയമില്ലെന്നും ജനിച്ചാൽ ഒരിക്കൽ മരിക്കണമെന്നും മനു തോമസ് പ്രതികരിച്ചിരുന്നു. സത്യം തുറന്നു പറയുന്നതിൽ തന്നെ ആർക്കും ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാൻ കഴിയില്ലെന്നാണ് മനു തോമസിന്റെ നിലപാട്. കണ്ണൂരിലെ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിന് സംരക്ഷണം നൽകുന്നത് പി ജയരാജനും ഇവരുടെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് ജയരാജന്റെ മകൻ ജെയിൻ രാജാണെന്നും മനു തോമസ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. സ്വർണ്ണ പൊട്ടിക്കൽ സംഘത്തിനെ നിയന്ത്രിക്കുന്നത് ജെയിൻ രാജാണെന്ന ഗുരുതരമായ ആരോപണമാണ് മനു തോമസ് ഉന്നയിച്ചിരിക്കുന്നത്. റെഡ് ആർമി, PJ ആർമി തുടങ്ങിയ സൈബർ കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതും പി ജയരാജന്റെ മകനാണെന്നും വിപുലമായ ബിസിനസ് ജെയിൻ രാജിനുണ്ടെന്നാണ് മനു പറഞ്ഞിരിക്കുന്നത്. വിഷയത്തിൽ പി ജയരാജന്റെ മകൻ മനു തോമസിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ചാനലിലൂടെ നടത്തിയ അപകീർത്തികരമായ പ്രസ്താവനയ്ക്കെതിരെയാണ് വക്കീൽ നോട്ടീസ്. 7 ദിവസത്തിനകം മാപ്പ് പറയണമെന്നാണ് ആവശ്യം. ചാനലിലൂടെ തന്നെ തിരുത്തൽ വേണമെന്നും പറയുന്നു. 50 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി ആവശ്യപ്പെടുന്നത്. വിവിധ കോണുകളിൽ നിന്നും സോഷ്യൽ മീഡിയയിലൂടെ മനു തോമസിനെതിരെ വധഭീഷണി മുഴങ്ങിയിരുന്നു. സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി രഹസ്യബന്ധം പുലർത്തിയെന്ന DYFI മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും യുവജന കമ്മീഷൻ അധ്യക്ഷനുമായ M ഷാജർക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആകാശ് തിലങ്കേരിയുമായി രഹസ്യബന്ധമുണ്ടെന്ന ആരോപണമാണ് മനു തോമസ് പാർട്ടി കണ്ണൂർ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരുന്നത്. ഇതുകൂടാതെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മനു തോമസ് രേഖാമൂലം പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് 2023 ഏപ്രിൽ മുതൽ മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്നും ഒഴിവായത്. എന്നാൽ മനു തോമസിന്റെ പരാതിയിൽ യാതൊരു കഴമ്പുമില്ലെന്ന് പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഇതിനുശേഷമാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന് നൽകിയ പരാതിയുടെ കോപ്പി മാധ്യമങ്ങൾക്ക് ലഭിച്ചത്. ഷാജറെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ള പരാതിയാണ് പുറത്തു വന്നത്. ഇതിനുശേഷം മൗനം പാലിച്ച കണ്ണൂർ ജില്ലാ നേതൃത്വം ഇതുവരെ പരാതിയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ പ്രതികരിച്ചിട്ടില്ല.